ഞാനിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനൊരു നല്ലൊരു അടിപൊളി വളം ആണ് ഇപ്പം കാണിക്കാൻ പോകുന്നത്. ഇതെന്നാണെന്നറിയോ? ഇത് ഉലുവ വേണ്ട, ഉലുവ പുതിർത്തി ഇങ്ങനെ പുതിർത്തി വെച്ചാൽ ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടട്ടെ. ഉലുവ ഇതിൻ്റെ അകത്ത് ഇട്ടേ. ഇത് കണ്ടില്ലേ, ഇത് ഇതിൻ്റെ അകത്തിട്ട് അരക്കാനാണ് കൊണ്ടുപോകുന്നത്. അരക്കാൻ ഈ ഉലുവ പിന്നെ കുറച്ച് ചാരവും കൂടി വേണം. ചാരം ഞാൻ എടുക്കുക. ഇപ്പം തൽക്കാലം ഇത് ഉലുവ ഇത് അരക്കാൻ കൊണ്ടുപോകുന്നതാണ്. ഇതെന്നാണെന്നറിയോ? ഇതൊരു മധുര നാരങ്ങയാണ്. വേണ്ട, ഇതൊരു മധുര നാരങ്ങ. ഇതും കൂടി എടുക്കട്ടെ. ഇത് ഞാൻ ഇതിൽ അരിഞ്ഞിടട്ടെ. ഉണ്ടോ? ഇതേപോലെ ഇതിവിടെ അരിഞ്ഞിട്ട് ഇത് അരക്കാനാണ്, അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മധുര നാരങ്ങ, കുറച്ച് തോലുമുണ്ട്. മധുര നാരങ്ങേൻ്റെ തോലുണ്ട്, കുറച്ച് പഴമുണ്ട്, ചെറുപഴമുണ്ട്, നേന്ത്രപ്പഴമുണ്ട്. ഇത് കണ്ട, ഇത് ചെറുപഴമാണ്. ഇത് ചെറുപഴമാണ്. ഇതും കൂടി അരിഞ്ഞിട്ടില്ലേ. ഇതുപോലെ അരിഞ്ഞിട്ട് നല്ലോണം പഴുത്തിന് പഴം, അതുകൊണ്ട് ഇതിൽ അരച്ചിട്ട് കൊടുക്കാൻ വെച്ചിട്ടാണ്. ഇത് നാരങ്ങ തോല് ഇതെല്ലാം കൂടി നമുക്ക് അരച്ചിട്ട് ഇട്ട് കൊടുക്കാമല്ലോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ഇതെല്ലാം മുറിച്ചിട്ടിട്ട് അരച്ചു കൊടുക്കട്ടെ. അരച്ചു കൊണ്ടിട്ടെ പോയിട്ട് ഇതേപോലെ മുറിച്ചിടുക. എന്നിട്ട് ഇതിൻ്റെ പേരും വേറെ എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ചാരവും കൂടി വേണം. ചാരം ഞാനിങ്ങ് എടുത്തില്ല, ഇത് അരച്ചിട്ട് കൊണ്ടിട്ട്. എന്നിട്ടാകുമ്പോൾ എന്തെല്ലാം ചെയ്യേണ്ടത് അന്നേരം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിപ്പം മുറിച്ചിട്ടിട്ട് അരച്ചു കൊണ്ടിട്ട് അത് ഉലുവ, ഇത് പഴം നേന്ത്രപ്പഴമുണ്ട്. ഇതാ ഈ വലിയ പഴമുണ്ട്, കേട്ടോ, വലിയ പഴമുണ്ട്. പിന്നെ നേന്ത്രപ്പഴമുണ്ട്, പിന്നെ തോലുണ്ട്, പിന്നെ ചെറിയ പഴമുണ്ട്, മധുര നാരങ്ങയുണ്ട്, മധുര നാരങ്ങ തോലും ഉണ്ട്. ഇതെല്ലാം കൂടിയാണ് ഇപ്പം അരച്ചിട്ട്. കുറച്ച് ചാരവും കൂട്ടണം, കുറച്ച് കഞ്ഞി വെള്ളവും വേണം. അതെല്ലാം കൂടി എടുത്തിട്ടാണ് ഇപ്പം അരച്ച് കൊടുക്കാൻ പോകുന്നത്. അരച്ച് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക വേണ്ട. ഉണ്ടല്ലേ, ഇതേപോലെ ഈ തോലും അരിഞ്ഞ് കിട്ടണം. നല്ല അരിഞ്ഞ് കിട്ടുമല്ലോ. അരിഞ്ഞ് കിട്ടിയാൽ മാത്രമേ നമുക്ക് വേഗം ഇത് പിടിക്കൂലൂ. തോലെല്ലാം അരിഞ്ഞ് കിട്ടിയാൽ, അല്ല തോലിങ്ങനെ ഇട്ടാലിപ്പം ഒരാഴ്ച കൊണ്ടൊന്നും ഇത് തോൽ അമിയില്ല, ഇപ്പം ഒന്നും അമിയില്ല. അതുകൊണ്ട് ഇതിപ്പം നമ്മൾ പൊയിച്ച് കൊടുത്താൽ 2 ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ ഇത് നല്ല ഉഷാറാവും. ഉണ്ടല്ലേ, ഞാൻ കുറച്ച് ഇത് കണ്ടില്ലേ, ഇത് പിന്നെ നല്ലോണം കായ് വണ്ണം വെക്കാനും പിന്നെ കായ്ക്കാനും പൂക്കാനും വേണ്ടിയിട്ടാണ് ഞാനിതിപ്പം കൊടുക്കുന്നത്. പിന്നെ വേര് ചീച്ചലോ അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പം കൊടുക്കുന്നത്. ഇപ്പം തക്കാളിക്കാണ് കൊടുക്കുന്നത്. എല്ലാത്തിനും കൊടുക്കുക. തൽക്കാലം ഞാനിതാണ് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇത് കൊണ്ടുപോയിട്ട് ഞാൻ അരച്ചിട്ട് കൊണ്ടുവരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നു. ഈ പീൽ എന്തെല്ലാം ചേർക്കുന്നത് വെച്ചാൽ ഒരു ബക്കറ്റ് വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് പഴവും ഓറഞ്ച് എല്ലാം കൂടി അരച്ച് കൊണ്ടുവന്നാണേ. ഇന്ന് പകുതി ഞാനിൽ ഒഴിക്കുന്നുണ്ട്. പകുതി 2 ആക്കാം. പകുതി ഞാനിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഈ ഉലുവയും പകുതിയാണ് ഞാനിൽ ഒഴിക്കുന്നത്. കേട്ടോ, പകുതി കണ്ടാ, പകുതി ഉലുവ അരച്ചതായത്. ഉലുവ അരച്ചതായത് നാരങ്ങ അരച്ചതും, നാരങ്ങയും പഴത്തോലും എല്ലാം അരച്ചത് എടുത്ത്. ഇതിപ്പോൾ കഞ്ഞി വെള്ളമാണ്. കണ്ടാ, അതും പകുതി ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചാരം കണ്ടില്ലേ, ഇതിപ്പോൾ ചാരാണ്. കണ്ടാ, ഇപ്പോൾ കുറച്ച് ചാരവും കൂടി ഇട്ട് കളിക്കിയാൽ നല്ലതാണ്. നല്ല പൂക്കാനും കായ്ക്കാനും എല്ലാം നല്ലതാണ് ചാരം. അതിനാണ് ഞാനിതിപ്പോൾ ആക്കുന്നത്. ഇതെല്ലാവരും നല്ല കായ് വേണം വെക്കാനും നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്ന് കൊടുക്കുന്നത്, ഈ വളം കൊടുക്കുന്നത്. നല്ലൊരു അടിപൊളി സ്ലറിയായത്. ഇതിപ്പം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ കാണാൻ കഴിയും. ഇത് ഞാൻ കൊടുക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് ഇത് നിങ്ങൾ കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. ഇതിങ്ങനെ കൊടുക്കേണ്ടത്. ഓരോ ദിവസം കാണിച്ചു തരാൻ നേരം നിങ്ങൾക്ക് ഇത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കാണിക്കുന്നത്. ഞാൻ ചെയ്യും പോലെ കാണിച്ചിട്ടാണ് നന്നാകുന്നതെന്നുള്ളത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്നല്ല, ഇങ്ങനെയെല്ലാം ചെയ്തിട്ടാണ് ഈ കൃഷി ഇത്രയും നന്നാകുന്നതെന്ന് മനസ്സിലാക്കാനാണ്. നല്ലപോലെ കൊടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് ഉലുവ അരച്ചതാണ്. ഇത് മറ്റേൻ്റെ എടുത്ത് വെച്ചതാണ്. ഇത് പഴവും പിന്നെ നാരങ്ങയും കൂടി അരച്ച് വെച്ചതാണ്. ഇത് പിന്നെ ചാരാണ് ഇതിനകത്ത് ചേർത്തത്. ഇത് കഞ്ഞിവെള്ളം. ഈ 4 സാധനങ്ങളാണ് നമ്മൾ 5 സാധനങ്ങളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇതിപ്പോൾ കണ്ടില്ലേ,
ഇനി ഞാൻ വെള്ളം കൂട്ടി ചേർത്തു. ഇത് കണ്ട, ഇതിലിട്ട് ചേർത്തതാണ്. ഇതില്ലേ, ഇതേപോലെ നമ്മൾ ചേർത്തതാണ്. അതിൽ പകുതി എടുത്തിട്ടാണ് ഇപ്പോഴും ചേർത്തിട്ടുള്ളത്. ഇനി ഒരു ബക്കറ്റിൽ കൂടി ആക്കാനുണ്ട്. ഇപ്പം ഇനി നിങ്ങൾക്ക് ഞാൻ ഒഴിച്ച് തരുന്നത് കാണാമല്ലോ, നിങ്ങൾ കണ്ടേ. ഞാനിനി അത് ഒഴിക്കട്ടെ. ഞാൻ ഈ ചെറിയ ചെടിക്കെല്ലാം ഒഴിച്ച് കൊടുക്കട്ടെ. ഒന്ന് ഈ ചെറിയ ചെടിക്കെല്ലാം ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് കണ്ടല്ലോ, ഇതേപോലെ ഞാൻ ഈ തീനെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം നല്ലതാണ്. വേഗം ഉഷാറായിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. കൂടുതൽ പുറത്ത് പോകാൻ ഒഴിക്കണ്ട. ഒരു ബക്കറ്റ് അതിൽ ഒതുങ്ങുന്നത് മാത്രം നോക്കി കൊടുക്കുക. ഇതുപോലെ നിങ്ങളെല്ലാവരും ഇതേപോലെ തന്നെ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിളവ് നമുക്ക് എടുക്കാൻ പറ്റും. നല്ല വിളവ് തന്നെ കിട്ടും. കണ്ടില്ലേ, അത് ഇത് ഇങ്ങനെ ഇത് നല്ല ഉഷാറായിട്ട് വന്നോളൂ. എന്നുവെച്ചാൽ ഈ ഉലുവയെല്ലാം നല്ല മരുന്നാണ്. ഉലുവയെല്ലാം ഉണ്ടെങ്കിൽ പ്രാണികൾക്കെല്ലാം അതിൻ്റെ കയ്പ്പ് വരുമ്പോണ്ടല്ലോ, പ്രാണികളെല്ലാം അങ്ങ് പോയിക്കോളും. അതൊന്നും തിന്നാൻ നിൽക്കൂല. ഉണ്ടോ, ഇതേപോലെ എല്ലാം ഒഴിച്ച് കൊടുക്കുക. എല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാമല്ലോ. ഇതല്ലേ, ഇത് നല്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതെന്ന് ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഉഷാറായിട്ട് പാഞ്ഞോളൂ. ഇനി വേഗം പായും. അന്നേരം അത് നിങ്ങൾക്ക് കാണാം. ഇനി ഇത് വേഗം അടിപൊളിയായിട്ട് പാഞ്ഞോളൂ. ഉണ്ടല്ലോ, ലേശം ഈ ഉള്ളിക്കും കൂടി വെച്ച് കൊടുക്കാം. ഉള്ളിക്കും കൂടി കുറച്ച് വെച്ച് കൊടുക്കാം. കുറച്ച്. പിന്നെ ഇനിയിപ്പം അവിടെ കുറച്ച് വണ്ടി ഉണ്ട്, അതിനും ആ തക്കാളിക്കും കൂടി വെക്കാം. ഇപ്പം കണ്ടല്ലോ, ഇത് കണ്ടല്ലോ. ഇനി ഈ തക്കാളിക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. തക്കാളിക്കും കൂടി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇതിനെല്ലാം ഒഴിച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇവിടെ രണ്ടെണ്ണത്തിൽ കൂടി ഒഴിക്കാനുണ്ട്. കണ്ടില്ലേ, കണ്ടില്ലേ, ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. നല്ല എന്തുണ്ടെന്ന് വെച്ചാൽ നല്ലപോലെ പൂക്കാനും ഇനിയിപ്പോൾ കായ് വണ്ണം വെക്കാനും എല്ലാം നല്ലതാണ്. ഇത് നല്ലൊരു അടിപൊളി വളമാണ്. ഈ കേട് അണുക്കളും എല്ലാം കുറയാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ കാടിൽ ഇതെല്ലാം പറിച്ച് കളയണം. എന്നിട്ട് വേണം. ഇനിയിപ്പോൾ ഇത് പോയി, ഒന്ന് പോയി, ഇനി ബാക്കിയുള്ളതിൻ്റെ എല്ലാം പറിച്ച് കളയണം. ഉണങ്ങിപ്പോയി. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതിന് നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു അടിപൊളി വളമാണ്. നിങ്ങളിത് കൊടുത്തു നോക്ക്. ഞാൻ കൊടുക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പച്ചക്കറി കൃഷിയെല്ലാം ഒന്നാം നമ്പറായിട്ട് നിങ്ങൾ വരും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ പറയുന്നത് എല്ലാം ശരിക്കുമാണ്. അതുകൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിന് നന്ദി, നമസ്കാരം. ഗുഡ് ബൈ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം.